സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേനീച്ചേൻ്റെ വൻതേനീച്ചേൻ്റെ അട എടുത്തിട്ട് തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് മെഴുക് തേൻമെഴുക് എടുക്കുന്നതാണ്. ഈ തേൻമെഴുക് കണ്ടോ മഞ്ഞ കളറിൽ ഈ കാണുന്നതാണ് തേൻമെഴുക്. അപ്പോൾ ഈ തേൻമെഴുകിന് ഈ വെളുത്ത കളറിൽ കാണുന്നതാണ് ഉരുകിയ ശേഷമുള്ള മെഴുകിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ മെഴുക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാലിലൊക്കെ വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് അതൊക്കെ തേച്ച് കൊടുത്താൽ വ്രണങ്ങൾക്കൊക്കെ നല്ല ഭേദം ഉണ്ടാവും. കാലിൻ്റെ വിണ്ടുകീറൽ ഒക്കെ പൊട്ടൽ ഒക്കെ മാറിക്കിട്ടും. ചുണ്ടിലെ വിണ്ടുകീറൽ പൊട്ടൽ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മൾ ഇത് ഗമ്മ് മാതിരി വായിലിട്ട് ചവയ്ക്കുകയാണെങ്കിൽ ഊന് നല്ല കണ്ടീഷനായിരിക്കും ഊന്. അപ്പം വായ നാറ്റുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. പിന്നീട് തേൻമെഴുക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ കൂട്ടിയിട്ടും പിന്നെ 2-3 ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് തേച്ചാൽ മുഖത്ത് തേച്ചാൽ നല്ല മുഖം നല്ല കിടന്ന് തിളക്കം ഉണ്ടാവും. ഇത് കയ്യിൽ തന്നെ നമ്മൾ ശരിക്കും ഒന്ന് ഞെമിടി കഴിഞ്ഞാൽ മനസ്സിലാവും. കൈയൊക്കെ കിടന്നുണ്ട് നല്ല എന്ത് സോഫ്റ്റ് ഉണ്ടാവുമെന്നറിയാം കൈ. അപ്പോൾ കണ്ടോ നല്ല ഫ്രഷായിട്ട് 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തതിനെ കൊണ്ടാണ് ഇതിപ്പോൾ നല്ല കളറായി കിട്ടുന്നത്. കണ്ടോ നല്ല ഉഗ്രം തേൻമെഴുകാണ്. അപ്പോൾ ഇത് പിണ്ണതയിലുണ്ടല്ലോ, നിങ്ങൾ പിണ്ണതയിലൊക്കെ വാങ്ങി തേച്ച് കുളിച്ചാൽ തന്നെ നല്ല ഉഷാറായിരിക്കും. പ്രസവിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇങ്ങനെ സൗരഭ്യം വെക്കാനുള്ള മെയിൻ കാരണം ഈ പിണ്ണതയിലൊക്കെയാണ്. അപ്പോൾ പിന്നെ ധാന്യതരം കുഴപ്പമില്ലേ, അതിലുണ്ട് നന്നായിട്ട് എന്ത് ഈ തേൻമെഴുക് ചേർത്തു. അപ്പോൾ നിങ്ങളിത് പരമാവധി നന്നായി എൻ്റെ കൈ ഇങ്ങോട്ട് കൈകാര്യം ചെയ്യുക. ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യണോ?